ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ VS-നെ അപമാനിക്കുന്നതാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പല കാലങ്ങളിൽ പല വിമർശനങ്ങൾ ഉയർന്നു വരുമെന്നും NN കൃഷ്ണദാസ് 24-നോട് പ്രതികരിച്ചു. മഹാനായ VS-നെ അപമാനിക്കലും VS കെട്ടിപ്പടുത്ത CPM-നെ ദുർബലപ്പെടുത്താനും വേണ്ടിയാണ് ഇത്തരം വിവാദങ്ങളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കുന്നത്. ഏതോ ദശാബ്ദങ്ങളുടെ മുമ്പ് ആരോ എന്തോ അഭിപ്രായങ്ങൾ എവിടെയോ പറഞ്ഞു എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളത് അതിപ്പോൾ കുത്തിപ്പൊക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. CPM-നെ ദുർബലപ്പെടുത്തുക, VS-നെ അപമാനിക്കുക, ഇതാണ് ഈ ഇപ്പോൾ കുത്തിപ്പൊക്കുന്ന ഈ വിവാദങ്ങളുടെ പിന്നിലുള്ളത്. മഹാനായ VS-നെ ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ ഘട്ടത്തിൽ NN കൃഷ്ണദാസിന്റെ പ്രതികരണത്തിന് പ്രസക്തിയുണ്ട്. കാരണം തിരുവനന്തപുരം സമ്മേളനത്തിലും അതിനുശേഷം ആലപ്പുഴ സമ്മേളനത്തിലും VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഉണ്ടായെന്നും അതിൽ മനം നൊന്ത് VS പുറത്തേക്ക് പോയി എന്നൊക്കെയുള്ള സുരേഷ് കുറുപ്പിന്റെ ലേഖനത്തിലെ പരാമർശങ്ങൾ പുറത്തു വരികയും VS-ന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷ് തന്നെ വളരെ വളഞ്ഞിട്ട് VS-നെ ആക്രമിക്കുന്നതായിരുന്നു സമ്മേളനത്തിൽ കണ്ടത്. VS വധം ആട്ടക്കഥയാണ് ആലപ്പുഴ സമ്മേളനത്തിൽ കണ്ടതെന്നൊക്കെ പറയുകയും ഒരു കാലത്ത് VS-നോടൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ പിന്നീട് VS-നെതിരെ തിരിയുകയും പാർട്ടി പദവികളിൽ എത്തുകയും ചെയ്തു എന്നൊക്കെ സുരേഷ് പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണല്ലോ NN കൃഷ്ണദാസിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. എങ്ങനെയാണ് VS-നെ കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാമർശങ്ങളെ NN കൃഷ്ണദാസ് കാണുന്നത്? ഒരു ഘട്ടത്തിൽ VS-നൊപ്പം നിൽക്കുകയും പിന്നീട് നേതാക്കൾ കരണം മറഞ്ഞു എന്നൊക്കെയുള്ള വിമർശനങ്ങളോട് പ്രതികരിക്കാൻ NN കൃഷ്ണദാസ് തയ്യാറായോ? ശ്രീജിത്ത്, അത്തരത്തിലുള്ള വിമർശനങ്ങളോട് എന്തായാലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അത് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ്, VS-നെ അപമാനിക്കാനാണ് എന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഒരിക്കലും VS-ന് വേണ്ടി അല്ലെങ്കിൽ VS ഏതോ ഒരു നല്ല കാര്യം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് എന്ന പ്രതീതി വരുത്താനല്ല ഇത്തരം ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് GK, ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനൊരു ആരോപണം ഉയർന്നു അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ആ ഭാഗത്തു നിന്നും ഉണ്ടായി, സമ്മേളനങ്ങളിൽ വിമർശനം ഉണ്ടായി എന്നത് ഒരു ഘട്ടത്തിൽ പോലും തള്ളാൻ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും VS-ന്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായിരുന്ന NN കൃഷ്ണദാസ് തയ്യാറാകുന്നില്ല. പക്ഷേ അത് ഈ ഒരു ഘട്ടത്തിൽ ഉയർത്തേണ്ട വിവാദമല്ല, അത് VS കൂടി ഉണ്ടാക്കിയ CPM-നെ തളർത്താനാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഉയർന്നു വരുന്നത് ശരിയല്ല, അത് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ്, VS-നെ അപമാനിക്കാനാണ്. ഈ ഒരു നിലപാടാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട്ട് നിന്നുള്ള VS-ന്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയായി NN കൃഷ്ണദാസ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. സുരേഷ് കുറുപ്പിന്റെ നിലപാട് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു വിവാദം ഇക്കാര്യത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു പരാമർശം നടന്നിട്ടില്ല എന്ന് പറയാൻ കൃഷ്ണദാസ് തയ്യാറായില്ല എന്നുള്ളതല്ലേ? തീർച്ചയായും ഇങ്ങനെ ഒരു പരാമർശം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ GK. ദശാബ്ദങ്ങൾക്ക് മുൻപ് ആരോ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കാൻ കുത്തിപ്പൊക്കാൻ ശ്രമിക്കുന്നു എന്ന് NN കൃഷ്ണദാസ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടന്നിട്ടുണ്ട് എന്ന് ഓൺ ചെയ്യുക തന്നെയാണ്, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് എന്ന് NN കൃഷ്ണദാസും അർദ്ധസമ്മതം നടത്തുക തന്നെയാണ്, അല്ലെങ്കിൽ അത് ഭാഗികമായി അദ്ദേഹം സമ്മതിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അത് പക്ഷേ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് ചെയ്യുന്നത്. അത് അനാവശ്യമായ വിവാദമാണ് എന്നാണ്, അത് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ്, VS-നെ അപമാനിക്കാനാണ്. ഇതാണ് NN കൃഷ്ണദാസിന്റെ നിലപാട്. ശരി, VS-നെതിരായിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സംബന്ധിച്ച് സുരേഷ് കുറുപ്പ് കഴിഞ്ഞ ദിവസം ലേഖനത്തിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇതൊരു വിവാദമായി വന്നത്. പിരപ്പൻകോട് മുരളിയുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്ന സാഹചര്യത്തിൽ കൂടി ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായിരുന്നു. പക്ഷേ നേതാക്കളിൽ പലരും ഇത്തരമൊരു പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് ഈ സുരേഷ് കുറുപ്പിന്റെ പരാമർശങ്ങളെ തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ആ ഒരു നിലപാട് NN കൃഷ്ണദാസ് സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ദശാബ്ദങ്ങൾക്ക് മുമ്പ് VS-നെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അത് ചർച്ചയാക്കുന്നത് VS-നെ അപമാനിക്കുന്ന തുല്യമാണ്, VS-നെ പോലെ മഹാനായ ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് സമമാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന പ്രതികരണമാണ് NN കൃഷ്ണദാസ് പാലക്കാട്ട് നൽകിയിരിക്കുന്നത്. ശ്രീ ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.